ബിജുചേട്ടൻ വളർന്നത് പോലീസ് ക്വാർട്ടേഴ്സിലാണ്. അറിയാവോ? ബിജുവിന്റെ അച്ഛൻ പോലീസായിരുന്നു. അപ്പോൾ തൃശ്ശൂർ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു പുള്ളിയുടെ പ്രധാനപ്പെട്ട ഒരു കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് രാവിലെ എണീറ്റാൽ രാത്രി വരെ കാണുന്നത് ആ ക്വാർട്ടേഴ്സിൽ പോലീസുകാരുടെ പോലീസുകാരുടെ മക്കള്, നമുക്കറിയാവുന്ന പല സിനിമയിലുള്ള പല പോലീസുകാരും താമസിക്കുന്ന അവിടെയാണ്. അച്ഛൻ നാടക കലാകാരനായിരുന്നു, പോലീസിന്റെ തന്നെ. അപ്പോൾ അതിന്റെ ഒരു സംഗതി പുള്ളിയുടെ ഓരോ ജസ്റ്റേഴ്സും ഒരു നോട്ടത്തിലുണ്ട്, മനസ്സിലായി. ഇപ്പൊ ആ ചോദ്യം ചെയ്യുന്ന സീനിൽ SP യുടെ മുമ്പിൽ, ശങ്കർ രാമകൃഷ്ണന്റെ മുമ്പിലേക്ക് വന്നിട്ട് പുള്ളി കൊടുക്കുന്നൊരു ബോഡി സല്യൂട്ട് ഉണ്ട്. പെർഫെക്റ്റ് എന്ന് വെച്ചാൽ അത് റിയലാണ്. അത് ബിജുചേട്ടന്റെ പ്രത്യേകത വെച്ചാൽ ബിജുചേട്ടൻ്റെ ഇപ്പൊ രണ്ടുപേരുള്ള ഒരു പടം, രണ്ട് ഈക്വൽ ഹീറോസ് ഉള്ള പടം. ഇപ്പൊ നമുക്ക് ചാക്കോച്ചനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്, പൃഥ്വിരാജേട്ടൻ. പുള്ളിയുടെ ആ ഏരിയ പിന്നെ നമ്മൾ നോക്കണ്ട, പുള്ളി കൊണ്ടുപോകും ആ സംഗതി. പിന്നെ അതിനൊപ്പം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് മറ്റേ ആർട്ടിസ്റ്റിന് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം. കാരണം വളരെ സട്ടിലാണ്, വളരെ സട്ടിലാണ്. നമുക്ക് അഭിനയിക്കുമ്പോൾ ഇതിന്റെ ഔട്ടിൽ ഇദ്ദേഹം നമ്മളെ കില്ല് ചെയ്ത് കളയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പുള്ളി ഇത് ബോധപൂർവ്വം ചെയ്യുന്നല്ലോ കേട്ടോ. അത് ഒരുപക്ഷെ ഈ ഇത്രയും വർഷം 30 വർഷമായില്ലേ പുള്ളി വളരെ അഭിനയിക്കാൻ നമുക്ക് തോന്നി ഇത്രയും മതിയോ തോന്നിപ്പോ. പക്ഷെ എഡിറ്റ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുള്ളി വേറെ അതിന്റെ ഒരു, ഞാൻ ഈ പറയുന്നതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ തലവന്റെ ഒരു പോസ്റ്റർ നോക്കിയാൽ മതി. അതിനകത്ത് ഭയങ്കര ഹിറ്റായ ഒരു പോസ്റ്ററാണ്. ഒറ്റ പോസ്റ്ററിൽ മുകളിലെ തല ബിജുചേട്ടൻ പോലീസ് യൂണിഫോമിൽ നിൽക്കുന്നത്, തല മാത്രമേ ഉള്ളൂ. തൊട്ട് താഴെ ആസിഫിന്റെ തന്നെ. അതിൽ പുള്ളിയുടെ ലുക്ക് തന്നെ ഞാൻ തന്നെ ഇത് ഈ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ ഇത് ഇങ്ങനെയാണ്. നമ്മൾ അറിയാതെ പുള്ളി ആ സാധനം പിടിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ബിജുചേട്ടനോട് ആദ്യമായിട്ടുള്ള ഒരു മൂവി ചെയ്യുന്നു, അദ്ദേഹത്തിനോടൊപ്പം ഈ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അദ്ദേഹത്തോട് കഥ പറയുന്നു, കഥ ഭയങ്കര ഷൂഡാണ്. കഥ കേൾക്കുന്നതിൽ ഭയങ്കര കീനായിട്ടിരുന്ന കേൾക്കുന്നത് ഓരോ കാര്യവും ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ് ആൾക്ക്. ഈ സിനിമ എത്ര നേരം ഞാൻ 2.5 മണിക്കൂറുണ്ട് കഥ പറഞ്ഞത്. 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി ഓരോ കഥാപാത്രത്തെയും കുറിച്ച് എന്നോട് ചോദിക്കാൻ തുടങ്ങി. ഉദയഭാനു, രഘു, രമ്യയുടെ വീട്ടുപേരുണ്ട്. അത് സിനിമയിൽ ഒരു പ്രാവശ്യം പറയുന്നു, ഇറമ്പിൽ രമ്യ എന്നാണ് പറയുന്നത്. അതൊക്കെ പുള്ളി വളരെ കൃത്യമായിട്ട് എന്നോട് ചോദിക്കാൻ ഒരു തവണ പേര് ഉൾപ്പെടെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തോട് കഥ പറഞ്ഞ് ഫലിപ്പിക്കൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി കഥ കഴിയുമ്പോൾ പുള്ളി സമ്മതിക്കുമെന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇരുന്നു, പുള്ളി പറഞ്ഞു നീ കോൺഫിഡന്റ് അല്ലടാ? അതെ കോൺഫിഡന്റ് ആണ്. നല്ല കൊള്ളടാ, ഫയറുണ്ട്, പിടിക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നിനക്ക് എന്തെങ്കിലും ഇമ്പ്രൂവൈസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക. സമയമുണ്ടെന്ന് വെച്ച് വെറുതെ ഇരിക്കരുത്. എന്തായാലും 3-4 മാസം ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നിനക്ക് പറ്റാവുന്ന അത്രയും മാറ്റങ്ങൾ വരുത്തുക, എഴുതാവുന്നത്ര എഴുതുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആസ് ഇറ്റ് ഈസ് എനിക്കിത് ഓക്കെയാണ് എന്ന് പറഞ്ഞു. അതൊരു വലിയ ധൈര്യമാണ്. അതിപ്പോൾ സൺഡേ ഹോളിഡേയിൽ ശ്രീനിയേട്ടൻ ഓക്കെ പറഞ്ഞ പോലത്തെ ഒരു ധൈര്യമായി പോയി. കാരണം പിന്നെ നമുക്ക് വേറൊരാളെ എനിക്ക് ചിന്തിക്കാം. ചില ക്യാരക്ടേഴ്സ് ആക്കാനും കുഴപ്പമുണ്ട്, ചിലത് നമുക്ക് വേറെ ആലോചിക്കാൻ പറ്റും. ഇതിന് ആലോചിക്കാൻ പറ്റില്ല. എനിക്ക് ബിജുചേട്ടനെ ബിജുചേട്ടൻ്റെ സ്ഥാനത്ത് വേറെ ഒരാളെ എനിക്ക് ആലോചിക്കാൻ പറ്റും.